ഹായ് ഹലോ, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പിൽ തന്നെ ലഭിക്കുന്ന കരിക്ക് കൊണ്ട് ഇന്ന് ഒന്നാം തരം ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ കേട്ടോ. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. കരിക്കിൻ്റെ കാമ്പാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ BP ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഈ കരിക്കിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു BP കുറയും എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. കരിക്കിൻ്റെ കാമ്പും ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ കുറച്ച് ചേർക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തിളപ്പിച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് പാലിന് പകരം കരിക്കിൻ വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കിയിരുന്നു ഇതേപോലെ തന്നെ ഷേക്ക്. അപ്പോൾ കരിക്കിൻ വെള്ളം നമ്മൾ മറ്റൊരു രീതിയിലാണിത് ഇന്ന് ഉപയോഗിച്ചത്. കാര്യം എനിക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് BP കുറച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ കുറേ ഇതുപോലത്തെ ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് കൺട്രോളായി കേട്ടോ. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കരിക്ക് നമ്മൾ ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഞാനത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി പാല്, നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി പാല് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. ഇനി നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തളർച്ചയും ക്ഷീണവും ഒക്കെയുള്ള സമയത്ത് നമ്മൾ കരിക്കും വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒരു ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ പനിയും അസുഖങ്ങളും ഒക്കെ കൂടെ വരുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കും. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ തലവേദനയൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ BP ഒക്കെ വന്നിട്ട് തലവേദനയൊക്കെ ഉള്ള അവസരത്തിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ തലവേദനയൊക്കെ മാറിപ്പോകാനായിട്ട് സഹായിക്കും. ഒരു കരിക്ക് മാത്രം കുടിച്ചതുകൊണ്ട് ആയില്ല കേട്ടോ, നമ്മൾ പല കരിക്ക് കുടിക്കുക. അപ്പോൾ കരിക്ക് മാത്രമല്ല, ഞാൻ ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഏത്തപ്പഴം കഴിച്ചു. അതും അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം കഴിക്കാൻ. അപ്പോൾ അത് ഞാൻ അതേപോലെ കഴിച്ചു. മോൻ പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഞാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തിയത്. അതേപോലെ തന്നെ കഴിച്ച കാര്യം, തണ്ണിമത്തൻ ഉപയോഗിച്ചിരുന്നു. അതേപോലെ വളരെ നല്ലതാണ് മാതള നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ അച്ചാർ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അച്ചാർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു 5 ദിവസം നിർത്തി. അപ്പോൾ ആ സമയത്ത് വളരെ ഡോസ് കുറഞ്ഞിട്ടുള്ള BPയുടെ ടാബ്ലറ്റ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതിനുശേഷം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 30 മിനിറ്റ് നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുത്തിയിട്ടുള്ള മാറ്റം. പിന്നെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. ഇറച്ചിക്ക് പകരം വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തി ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.